ഹായ്, നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സിനെ ബഹിഷ്കരിക്കുന്ന ആരാധകരും എന്നുള്ളതാണല്ലോ ചർച്ച. ഞാൻ കളി കാണാൻ പോയപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ കുറിക്കുകയും അതിന് കുറെ ചോദ്യങ്ങൾ വരികയും ചെയ്തു. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുക എന്നുള്ളത് പ്രാക്ടിക്കലി എളുപ്പമല്ല. പക്ഷെ അതിൽ ജെനുവിനായി തോന്നിയ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഫുട്ബോളിന്റെ ക്വാളിറ്റി കൂട്ടിയോ എന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴും തർക്ക വിഷയമാണ്. പക്ഷെ ഫുട്ബോൾ കൂടുതൽ ജനപ്രിയമാക്കി അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അത് സഹായിച്ചു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. കുറെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു, കൂടുതൽ പരസ്യങ്ങൾ വന്നു, കൂടുതൽ ആളുകളിലേക്ക് കളിയെത്തി. ക്രിക്കറ്റിന്റെ ദൈവം കേരള ബ്ലാസ്റ്റേഴ്സുമായി കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ കായിക പ്രേമികൾ മൊത്തം കൊച്ചി ജവഹർ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തി. അങ്ങനെ അതൊരു മഞ്ഞക്കടലായി. ആ മഞ്ഞക്കടലിന് മുന്നേ കളിക്കുമ്പോൾ, ഞാനൊക്കെ കളിക്കുമ്പോൾ അവരുടെ ശബ്ദം, അവരുടെ ആവേശമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കരുത്തായിരുന്നു. അതായത് ഞങ്ങൾ ഓപ്പോസിറ്റ് വരുന്ന ഒരു ടീമിന് ഞങ്ങളെക്കാട്ടും പേടി ഈ നിറഞ്ഞു നിന്ന ഗാലറിയായിരുന്നു. 60,000-ഓളം വരുന്ന ആൾക്കാർ ഒറ്റക്കെട്ടായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിന്നപ്പോൾ അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശരിക്കുള്ള കരുത്തായിരുന്നു. മലയാളികളുടെ കേരളത്തിന്റെ ഫുട്ബോൾ മനസ്സ് എന്താണ് എന്നുള്ള കാണിച്ചു തന്നതായിരുന്നു ആ ഒരു നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞക്കടൽ. എന്നാൽ ഇന്ന് ആ സ്റ്റേഡിയം കാലിയാണ്. അതായത് കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അതിന്റെ ചിത്രം കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ നമ്പർ കൂടുമ്പോഴും നമ്മളെ ഗാലറിയിൽ എല്ലാ കൊല്ലവും കാണികൾ കുറഞ്ഞു വന്നിട്ടാണ്. 2015-16 കാലഘട്ടത്തിൽ 50,000, 60,000 ആവറേജ് ഉണ്ടായിരുന്ന കാണികൾ പിന്നെ അത് 40 പിന്നെ അത് 30, പിന്നെ അത് 15. ഇപ്പൊ ഇക്കൊല്ലം ആകുമ്പോഴേക്ക് ഇപ്പൊ അവസാനത്തെ 5-6 ഹോം മാച്ചുകൾ എടുത്തു കഴിഞ്ഞാൽ 9,000, 7,000, 3,000, 2,000 എന്നിങ്ങനെയാണ് കാണികളുടെ കണക്ക്. പക്ഷെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഗാലറി നിരക്കാറുണ്ട് എന്നുള്ളതാണ്. ഞാനതിന് അന്നും പറയുന്ന ഒരു കാര്യം, സോഷ്യൽ മീഡിയയിലല്ല കേരളത്തിന്റെ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസുകൾ വേണ്ടത് ഗാലറിയിലാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഗാലറിയിൽ ആൾക്കാർ ഇല്ലാത്തതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അന്ന് മാനേജ്മെന്റിനെ പറയുന്നുണ്ട്, പ്ലേയേഴ്സിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, റിസൾട്ട് ഇല്ലാത്ത പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ഇതിന് കാരണങ്ങളായിട്ട് പറയുന്നുണ്ട്. ടീം ജയിക്കുമ്പോൾ ആള് കൂടുന്നതും ടീം തോൽക്കുമ്പോൾ ആള് കുറയുന്നതും നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത്രത്തോളം ആൾക്കാർ കുറയോ എന്ന് പറയുന്നത് സാധാരണയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 12 വർഷമായിട്ട് ഒറ്റ കപ്പ് അടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത്. ശരിയാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് 12 കൊല്ലമായിട്ട് ഒറ്റ കപ്പ് അടിച്ചിട്ടില്ല എന്നുള്ളത് ശരിയായ കാര്യമാണ്. പക്ഷെ ഈ 12 വർഷത്തിൽ 4 തവണ സെമിയിലും 3 തവണ ഫൈനലിലും എത്തിയ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ചെറിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പം എല്ലാ കളിയും ജയിക്കണം അല്ലെങ്കിൽ എല്ലാ ടൂർണമെന്റും കപ്പടിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇപ്പൊ നമ്മൾ പുറത്ത് ടൂർണമെന്റ് അല്ലെങ്കിൽ പുറത്തെ കളികൾ എടുത്താൽ പോലും 2008 ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നേടിയ മാഞ്ചസ്റ്റർ സിറ്റി 2023 ചാമ്പ്യൻസ് ലീഗ് കപ്പടിക്കാൻ. അതേപോലെ തന്നെ PSG 2011 ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നേടിയിട്ട് 2025 അവരൊരു ചാമ്പ്യൻസ് ലീഗ് ജയിക്കുന്നത്. ലിവർപൂൾ 1990 ശേഷം 30 കൊല്ലത്തിന് ശേഷമാണ് പ്രീമിയർ ലീഗ് ട്രോഫി അടിക്കുന്നത്. ആർസണലും മാഞ്ചസ്റ്ററും ഇപ്പോഴും കാത്തിരിക്കുവാണ് പ്രീമിയർ ലീഗ് ട്രോഫിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇത് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളെ കുറിച്ചാണ്. ഇപ്പം ഈ നമ്മൾ പ്രീമിയർ ലീഗ് ഒക്കെ എടുത്താലും ആദ്യത്തെ 6 ടീം കഴിഞ്ഞാൽ അതിന്റെ താഴെയും 10-14 ടീമുകളുണ്ട്. ഈ ടീമിന്റെ ഒക്കെ സിറ്റുവേഷൻസ് നമ്മൾ ഒരിക്കലും നോക്കാറില്ല. പക്ഷെ ആ ടീമിന്റെ ഗാലറി ഒക്കെ നമ്മളിപ്പം ഈ വലിയ ടീമുകൾ കളിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് കളിക്കുന്ന ടീം ഇവരൊക്കെ ആവുമല്ലോ. അപ്പൊ അവരെ ഗാലറി കാണുമ്പോൾ അത് എപ്പോഴും ഫുള്ളാണ്. അപ്പൊ അവർ ട്രോഫി ഉണ്ടെങ്കിലും ട്രോഫി ഇല്ലെങ്കിലും അവർ കളി കാണാൻ വരുന്നത്. ഒരു ക്ലബിനെ ട്രോഫിയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുക എന്ന് പറയുന്നത് ശരിയായിട്ട് ഉള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല 12 വർഷത്തിൽ 4 പ്രാവശ്യം സെമി, 3 പ്രാവശ്യം ഫൈനൽ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നിങ്ങൾ ജയിച്ചാൽ മാത്രമേ കളി കാണാൻ വരൂ എന്ന് പറയുന്നത് ഒരു നിബന്ധന വെക്കുന്നതാണെങ്കിൽ അതും എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും വലിയ ആരോപണം മാനേജ്മെന്റിനെതിരെയാണ്. അവരുടെ തീരുമാനങ്ങൾ ശരിയല്ല, അവരുടെ സമീപനം ശരിയല്ല, അവർ പ്ലേയേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി ശരിയല്ല, അവർ ഫാൻസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി ശരിയല്ല. അങ്ങനെ കുറെ ഉണ്ട് ആരോപണം. ഇതൊക്കെ ശരിയാണ് എന്ന് തന്നെ വെക്കുക. ഇപ്പൊ നിങ്ങൾ ആവശ്യം എന്ന് പറയുന്നത് മാനേജ്മെന്റിനെ മാറ്റുക, മാഗ്നം ഔട്ട് എന്നുള്ളതാണ് നിങ്ങൾ ആവശ്യം. ഇപ്പൊ മാനേജ്മെന്റ് മാറ്റുക എന്ന് പറയുമ്പോൾ സിഇഒനെ മാറ്റാം, സ്പോർട്ടിംഗ് ഡയറക്ടറെ മാറ്റാം. പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ മാറ്റുന്നത് ഫുട്ബോളിൽ സർവ്വസാധാരണയാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി മാഗ്നം ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓണേഴ്സിനെ മാറ്റുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ഓണേഴ്സിനെ മാറ്റുമ്പോൾ ക്ലബ്ബ് വിൽക്കണം. ക്ലബ്ബ് വിൽക്കുമ്പോൾ ക്ലബ്ബ് വാങ്ങാൻ ആളുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വാങ്ങാൻ ആളുണ്ടെങ്കിൽ എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇപ്പൊ ആ പ്രൈസ് ഉണ്ടെങ്കിൽ ഇത്രയും നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബിനെ വാങ്ങാൻ ആരെങ്കിലും റെഡിയാവും? ഇപ്പൊ ഫുട്ബോൾ എന്ന് പറയുന്നത് ബിസിനസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ബിസിനസ് എന്ന് പറയുന്നത് പൈസ ഇടുന്നത് പൈസ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് പൈസ ഇടുന്നത് നമ്മളെയോ ഇന്ത്യൻ ഫുട്ബോളിനെയോ രക്ഷിക്കാനാണ് അല്ലെങ്കിൽ നന്നാക്കാനാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രക്കും നിഷ്കളങ്കരായിരിക്കണം.
ഈ ബിസിനസ്സിന് ലാഭമില്ലാതെ ആരാണ് ഇതിന് പൈസ മുടക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഗ്രൂപ്പായ സിറ്റി ഗ്രൂപ്പ് പോലും ഇന്ത്യയിലേക്ക് വന്നിട്ട് അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കാണുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു ആരോപണമാണ് പ്ലേയേഴ്സിന്റെ സൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. അതായത് നല്ല പ്ലേയേഴ്സിനൊക്കെ മറ്റു ക്ലബ്ബുകളിലേക്ക് കൊടുക്കുകയും വിൽക്കുകയും ഇവിടുത്തെ ഇങ്ങോട്ടേക്ക് വരുന്നതൊക്കെ മോശം പ്ലേയേഴ്സ് ആണ് എന്നുള്ള രീതിയിലാണ് ആരോപണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രശ്നം മുന്നേ എനിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഞാൻ ഇവിടുന്ന് പോയത് എൻ്റെ ഇഷ്ടത്തിനല്ല, എനിക്ക് ഇവിടുന്ന് പോകാൻ എന്നെ നിർബന്ധിക്കുമായിരുന്നു, അങ്ങനെയാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് ഇത് പ്രൊഫഷണൽ ഫുട്ബോളിന്റെ ഒരു ഭാഗമായിട്ടാണ്. അതായത് പ്ലേയേഴ്സിനെ വിൽക്കുന്നതും പ്ലേയേഴ്സിനെ വാങ്ങുന്നതും അങ്ങനെയാണ് ഇതിന്റെ ബിസിനസ് നടക്കുന്നത്. അപ്പോൾ അതിന് പല റീസൺസ് ഉണ്ട്. ഇപ്പൊ എന്നെ ഇവിടെ നിർത്തണമെങ്കിൽ അതിന് ക്ലബിന് ഓക്കെ ആവണം, ഞാൻ ഓക്കെ ആവണം, വേറെ പല സാധനങ്ങളും ഒരുമിച്ച് വന്നാലാണ് ഒരു പ്ലെയറിന്റെ സൈനിങ്ങും വിൽപ്പനയും നടക്കുന്നത്. ഇത് ഫുട്ബോളിൽ സർവ്വസാധാരണമായ കാര്യമാണ്. ഇപ്പം ഇത് ഇവിടെ മാത്രമല്ല. ഇപ്പൊ നമുക്ക് ഉദാഹരണങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്ററിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല പ്ലെയറായി നിൽക്കുമ്പോഴാണ് റയൽ മാഡ്രിഡിലേക്ക് വിറ്റത്. മെസ്സി ബാഴ്സലോണയിൽ നിന്ന് പോയത് PSG പോയിട്ടുണ്ട്. ലൂയിസ് സുവാരസ്, കുട്ടിഞ്ഞോ എന്ന പ്ലേയേഴ്സ് ഏറ്റവും നല്ല പ്ലേയേഴ്സായി നിൽക്കുമ്പോഴാണ് ലിവർപൂൾ അവരെ ബാഴ്സലോണയ്ക്ക് കൊടുത്തത്. ഗാരത്ത് ബെയിൽ ടോട്ടൻഹാമിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇപ്പം എല്ലാ പ്ലേയേഴ്സും സ്ഥിരമായിട്ട് ഒരു ക്ലബ്ബ് കളിക്കും എന്നുള്ളത് നമുക്ക് ഒരു കാരണവശാലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്നുള്ളതാണ്. ടിക്കറ്റ് വരുമാനം സംബന്ധിച്ച വാദവും വരുന്നത്. അതായത് നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ ടിക്കറ്റ് വാങ്ങുന്നത്, നമ്മളെ പൈസക്കല്ലേ ഇത് നടക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യം. ഒരു കാര്യം പറയുന്നത് സത്യമാണ്, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊടുത്തിട്ടാണ് ടിക്കറ്റ് വാങ്ങുന്നതും നിങ്ങൾ കളി കാണുന്നത്. പക്ഷേ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമല്ല. ലോകത്ത് എല്ലായിടത്തും ആൾക്കാർ പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങിയിട്ടാണ് കളി കാണുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ സെവൻസ് നടക്കുന്നതും അങ്ങനെയാണ്. അപ്പം ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ കളി കാണാൻ വരുന്നത് എന്നുള്ളത് വെറും ബാലിശമായ ഒരു വാദം മാത്രമാണ്. ഇനി നമുക്ക് കണക്കുകൾ നോക്കാം. അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ കാണികൾ വരുന്ന ഒരു ഗാലറിയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാലറി എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനിനെ കാണുന്നത് 2015 2016 വന്നിട്ടുള്ള 60,000 അല്ലെങ്കിൽ ഗാലറി നിറച്ചു വന്നിട്ടുള്ള 60,000 70,000 ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കണക്കൂട്ടുന്നത്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് കുറഞ്ഞു വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് അവസാനത്തെ 2 വർഷങ്ങൾ എടുത്താലും ഏകദേശം 10,000 15,000 ഒക്കെയാണ് ആവറേജ് വരുന്നത്. അതിൽ തന്നെ കൂടുതൽ 15,000 എടുത്താൽ നിങ്ങൾ ഈ പറയുന്ന ടിക്കറ്റിന്റെ റേറ്റ് 1000 ആക്കി വെച്ചാൽ പോലും ഏകദേശം 1.5 കോടിയാണ് ഒരു മാച്ചിന് കിട്ടുന്നത്. 10 മാച്ച് മാക്സിമം ഉണ്ടാവും ഹോം മാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കിട്ടാൻ പോണ 15 കോടി. ഈ 15 കോടി വെച്ചിട്ട് നിങ്ങൾ ഒരു ക്ലബ്ബ് നടത്താൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു പ്ലേയേഴ്സിന്റെ ശമ്പളം പോലും അതിലധികം വരുന്നുണ്ടാവും. അത് ഈ പറയുന്നത് ടിക്കറ്റിന്റെ വരുമാനം ഒന്നുമല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ ശരിക്കും ക്ലബിന്റെ വരുമാനം വരുന്നത് വേറെ മറ്റ് പല കാര്യങ്ങളിലൂടെയാണ്. അതെന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സുകളാവാം, സ്പോൺസർഷിപ്പുകളാവാം, അങ്ങനെ വേറെ പലതിലൂടെയാണ് വരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യം നമ്മളിപ്പം AC മിലാന്റെ പറഞ്ഞു. AC മിലാനെ പോലെ ഗാലറി എന്ന് പറയുന്ന എപ്പോഴും 60,000 70,000 ആൾക്കാരുള്ള ഗാലറി അല്ല നമ്മുടെ ഫുട്ബോൾ സാഹചര്യം തന്നെ മാറ്റമാണ്. അപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ ഗാലറിയേക്കാൾ കൂടുതൽ ഈ പറയുന്ന സ്പോൺസർഷിപ്പുകളും ബാക്കി സാധനങ്ങളും ആശ്രയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് 3.7 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാവും. ഇതാണ് ഈ പറയുന്ന എന്താ പറയുക വരുമാനത്തെ കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ഫാൻസ് ഉള്ളതും സോഷ്യൽ മീഡിയയാണ്. ഇനി നമുക്ക് പ്രതിഷേധത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശവും അനുവാദവും ഒക്കെ ഉണ്ട്. അതൊന്നും ആരും എതിർക്കുന്നോ ആരും ചോദ്യം ചെയ്യുന്നുമില്ല. പക്ഷെ നിങ്ങളുടെ പ്രതിഷേധ രീതിയെയാണ് ശരിയായിട്ടില്ല എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുക ഫോറിൻ കൺട്രീസ് അല്ലെങ്കിൽ ഫോറിൻ യൂറോപ്യൻ ഫുട്ബോളും മറ്റുമൊക്കെയാണ്. അപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിലൊക്കെ ഫുൾ ടൈം ഗാലറി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം, അവരെ എന്താ പറയുക ഫുട്ബോൾ കൾച്ചർ തന്നെ വേറെയാണ്. നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു ഫുട്ബോൾ കൾച്ചറാണ് നമുക്കുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങളത് ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ വളർച്ചയെ തടയുക എന്നല്ലാതെ പറയുന്ന മാനേജ്മെന്റിനോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ബാധിക്കും എന്നുള്ളത് എനിക്ക് തോന്നി. പ്രതിഷേധിക്കരുത് എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ച ചോദ്യമാണ് പിന്നെ എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത് എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ബോയ്ക്കോട്ട് നല്ലൊരു ഓപ്ഷൻ അല്ല എന്നതാണ്. കാരണം അതിന് പല കാരണമാണ്. ബോയ്ക്കോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ടാർഗറ്റ് ചെയ്യുന്ന മാനേജ്മെന്റിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമില്ല. ബോയ്ക്കോട്ട് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇന്ത്യൻ ഫുട്ബോളിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മാനേജ്മെന്റിനെ ബാധിക്കും, പ്ലേയേഴ്സിനെ ബാധിക്കും, അതിൻ്റെ ഈ പറയുന്ന കോച്ച്മാരെ ബാധിക്കും, ഒഫീഷ്യൽസിനെ ബാധിക്കും, ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കും, സ്പോൺസേഴ്സിനെ ബാധിക്കും. അങ്ങനെ തുടങ്ങി എല്ലാവരെയും ബാധിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ബോയ്ക്കോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ അത് നിലവിൽ നല്ലതല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മൾ മുന്നേ ഗാലറിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായി, ബാനേഴ്സ് ഡിപ്പോ ഒക്കെ വെച്ചിട്ടുണ്ടായി, പക്ഷെ അതൊന്നും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളത് എടുത്തിട്ട് വരും, ഞാനും കൂടെ വരാം, നിങ്ങളെ അനുവദിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളർച്ചയിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ ഫുട്ബോളിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. അതായത് എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്.
എന്നും ഇപ്പോൾ 3 കളികളുണ്ട് ഈ സീസണിൽ. അടുത്ത കളി കാണാൻ ഞാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളി കാണാൻ വരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാനേഴ്സ്, ഇഷ്ടമുള്ള ടിഫോ എടുക്കാം. നമുക്ക് അത് ആരാ തടയുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഒരുമിച്ചിരുന്ന് കളി കാണാം. നമുക്ക് നോക്കാം.